അസ്സലാമലൈക്കും. ഇന്ന് ചിക്കൻ്റെ ലെഗ് പീസാണ്, ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. ഞാൻ ഇന്ന് ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് എഗ് വൈറ്റും ഓയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മൈദയും കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുത്ത കാരണം സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. മൈദ, കോൺഫ്ലവർ, ചാറ്റ് മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി, പെപ്പർ, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഇത്തിരി കളറ് ഇട്ട് കൊടുക്കട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കളർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഇത്തിരി കളറും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് എഗ് വൈറ്റും ഓയിലും കൂടിയിട്ട് ഒന്നിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പും ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം എരിവില്ലെങ്കിൽ വീണ്ടും ആവശ്യത്തിനുള്ള എരിവിട്ട് കൊടുക്കട്ടെ. അതിൽ കുറച്ചൊരു കൂടുതൽ വേണം ലെഗ് പീസൊക്കെ പൊരിക്കുമ്പോൾ. അപ്പോൾ തന്നെ ആ ചിക്കനിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. കാരണം നമ്മൾ മൈദപ്പൊടി കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തതല്ലേ. അപ്പോൾ കുറച്ച് ഞാൻ 1/2 ടീസ്പൂണോളം മാത്രമാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം നമ്മുടെ സാദാ മുളക് പൊടി എരിവുള്ളത് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിലേക്ക് നല്ല എരിവ് വേണം, എന്നെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടും. ചൂടോടൊക്കെ തന്നെ ഇത് കഴിക്കണം കേട്ടോ, എന്നെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂടറിയാൽ മൈദയും കോൺഫ്ലവറൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചൂടോടെ കഴിക്കണതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ചോറിലേക്ക് ഇത് മാത്രം മതി, കറിയൊന്നും ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. വെളിച്ചെണ്ണ ആ ഒരു കഷ്ണം ബട്ടർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കനിലുള്ള നെയ്യുണ്ട്. ഇതിൻ്റെ തൊലി കളയണ്ടെന്നുള്ളവർക്ക് കളയണ്ട കേട്ടോ. കാരണം ഞാൻ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിലവർക്ക് അത് ഇഷ്ടമാണ്, അങ്ങനെയും ചെയ്യാതെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ തൊലി ഉടക്കൻ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് തരിക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് ചോറിലേക്കാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ചപ്പാത്തിയിലേക്കും പൂരിക്കൊക്കെ ആണെങ്കിൽ പച്ചക്കറി ഉണ്ടായാൽ, വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടായാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം കമൻറ്റ് പറയട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും.